ഹലോ, എൻ്റെ 418 സബ്സ്ക്രൈബേഴ്സിനും ഒരു ഹായ്. പിന്നെ പുതുതായിട്ട് നമ്മുടെ ഈ കുഞ്ഞു ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്ത എല്ലാവർക്കും താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ് ആൻഡ് സപ്പോർട്ടിങ് ദിസ് ചാനൽ. എൻ്റെ പരിചയമുള്ള 1-2 പേര് വീഡിയോ കണ്ടവർ എന്നോട് ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഈ എന്തിനാണ് ഇങ്ങനെ എടുത്തു പറയുന്നത്, ഇത് ആകെ 100-400 പേരല്ലേ ഉള്ളൂ, വലിയ നമ്പറൊന്നും അല്ലല്ലോ, പിന്നെ ഇങ്ങനെ എടുത്തു പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിനൊരു റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ മുന്നേ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ വീണ്ടും ഒന്നുകൂടെ പറയുന്നത് പറഞ്ഞാൽ, എനിക്ക് സ്പെഷ്യൽ ആയതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. കാരണം ഇപ്പം വ്യൂസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് പേര് കാണുന്നുണ്ട്, എന്നാൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം അങ്ങനെയില്ല. 1-2 പേര് എപ്പോഴെങ്കിലുമൊക്കെ റാൻഡമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഇതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറയുന്നത്. കാരണം ഈ ഒരു നമ്പർ എന്ന് പറഞ്ഞാൽ എപ്പോഴും സ്പെഷ്യൽ ആയിരിക്കും. ലൈക്ക് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമ്മുടെ ഈ ഒരു തുടക്കം നമ്മുടെ കൂടെ ഉള്ള ആ ഒരു നമ്പർ എന്ന് പറഞ്ഞാൽ എപ്പോഴും സ്പെഷ്യൽ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറയുന്നത്. മുന്നോട്ട് ചിലപ്പം കൂടാം, ചിലപ്പം ഉള്ളത് കൊഴിഞ്ഞു പോവാം, ചിലപ്പോൾ ഒരു മാറ്റം ഇല്ലാതെ ഇങ്ങനെ തന്നെ പോവാം. ഐ ഡോണ്ട് നോ. സോ എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു തുടക്കം നമ്മുടെ കൂടെ ഈ നിന്ന് ഉള്ള ആൾക്കാരോട് ഞാൻ എപ്പോഴും കടപ്പെട്ടിരിക്കും എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാനത് പറയുന്നത്. യു ഗൈസ് ആർ സ്പെഷ്യൽ ഫോർ മീ. പിന്നെ കമൻറ്റ് ചെയ്യുന്നവർക്കും താങ്ക് യു. വലിയ ഒരുപാട് പേരൊന്നും ഇല്ലെങ്കിൽ 1-2 പേര് സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യാറുണ്ട്. അവരുടെ കമൻറ്റ്സ് എനിക്ക് ഇഷ്ടമാണ്, ഞാൻ മാക്സിമം റിപ്ലൈ കൊടുക്കാറുമുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ കമൻറ്റിങ് ഓൾസോ. പിന്നെ ഈ ട്രക്കിങ്ങുമായിട്ട് എനിക്ക് ഒരു കോയിൻസിഡൻസ് പറയാനുള്ള, ലൈഫിലൊരു കോയിൻസിഡൻസ് എന്താണെന്ന് വെച്ചാൽ, ട്രെയിലറുമായിട്ട് ആക്ച്വലി ഉള്ളൊരു കോയിൻസിഡൻസ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുഞ്ഞായിരുന്നപ്പം ഒരു ട്രെയിലർ കളിപ്പാട്ടം ഒരുപാട് വാങ്ങാൻ ആഗ്രഹിച്ച ഒരു സംഭവമുണ്ട്. നമ്മുടെയൊക്കെ വീടിൻ്റെ അടുത്തൊരു നമ്മൾ സാധനങ്ങൾ പറ്റിന് വാങ്ങുന്നൊരു കട ഉണ്ടാവുമല്ലോ. എൻ്റെ വീടിൻ്റെ അവിടെ ഒരു കട ഉണ്ടായിരുന്നു, സുരഭി സ്റ്റോഴ്സ് എന്ന് പറഞ്ഞിട്ട്. ഈ കടയിൽ ഒരു ട്രക്ക് ഉണ്ടായിരുന്നു. ട്രെയിലറായിരുന്നു സാധനം. പക്ഷേ അന്ന് എനിക്ക് അറിയില്ല ഇത് ട്രെയിലറിൻ്റെയാണ് കളിപ്പാട്ടം എന്നുള്ളത്. ട്രക്കാണ്. എന്നെ സംബന്ധിച്ച് ട്രക്ക് ഇത് വാങ്ങാൻ എൻ്റെ പൈസ ഇല്ല, പറ്റിനിട്ട് വാങ്ങാനും പറ്റൂല കളിപ്പാട്ടം, വീട്ടുകാർ വാങ്ങിച്ചും തരില്ല. അപ്പോൾ ഞാൻ അനിയത്തീനോട് സോപ്പിട്ട്, എൻ്റെ കയ്യിൽ മറ്റേ കുടുക്കയിലെ പൈസ നോക്കിയപ്പോൾ തികയില്ല. അപ്പോൾ അനിയത്തീനെ സോപ്പിട്ട് അവളുടെ കുടുക്കയും കൂടെ പൈസ ഒപ്പിച്ച് ഞാൻ പറഞ്ഞിങ്ങനെ നല്ല അടിപൊളി കളിപ്പാട്ടമാണ് നമുക്ക് കളിക്കാം എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ച് കൺവിൻസ് ചെയ്ത് ഞാൻ അവളുടെ നിന്നും കൂടെ പൈസ ഒപ്പിച്ച് ഞങ്ങൾ ഈ ഒരു ട്രെയിലർ വാങ്ങി കളിപ്പാട്ടം. എന്നിട്ട് ഒരുപാട് അത് വെച്ച് കളിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കോയിൻസിഡൻസ് എന്താണെന്ന് പറഞ്ഞാൽ, എനിക്ക് ഒരു ഹോബി എന്ന് പറഞ്ഞാൽ ഞാനൊരു ഗെയിമറാണ്, പി സി ഗെയിമിങ് ചെയ്യാറുണ്ട്. അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ കളിക്കാറുള്ള ഗെയിംസ് ഒന്നെന്ന് പറഞ്ഞാൽ യൂറോ ട്രക്ക് സിമുലേറ്ററാണ്. യൂറോപ്പിലെ ട്രക്കിങ്ങിൻ്റെ സിമുലേഷൻ ഗെയിമാണത്. അത് ഞാനൊരു 2008-2009 കളിക്കുന്ന സാധനമാണ്. ഇതും ഒരു കോയിൻസിഡൻസ് ആണ്. ഞാൻ അന്ന് കളിച്ച ഗെയിമിൽ ഞാൻ ഓടിച്ച ട്രക്കുകൾ ആണ് ഞാനിപ്പോൾ ഇവിടെ ഓടിക്കും. ബെൻസ് ആയിക്കോട്ടെ, ഡാഫ് ആയിക്കോട്ടെ, റെനോ ആയിക്കോട്ടെ, വോൾവോ ആയിക്കോട്ടെ, എല്ലാം ഞാൻ ഗെയിമിൽ ഓടിച്ച സാധനം ഇവിടെ റിയൽ ആയിട്ട് ഓടിക്കണം. അതും സെയിം റൂട്ട്, അതായത് അവരുടെ ഒരു പാറ്റേൺ വെച്ചിട്ട് യൂറോപ്പിലെ പോലത്തെ റൂട്ടുകളാണ് ആ ഗെയിമിൽ ഉള്ളത്. അതൊന്ന് ഓടിച്ചു, ഇന്ന് ഞാൻ റിയൽ ലൈഫിൽ ഓടിക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര ഒരു വല്ലാത്ത കോയിൻസിഡൻസ് ആണ്. എനിക്കൊരു നല്ല അത്ഭുതം തോന്നിയൊരു കാര്യമാണ്. എങ്ങനെയോ എത്തിപ്പെട്ടതാണ് ഈ ഒരു ഫീൽഡിൽ. എനിവേസ്, അപ്ഡേറ്റ് ചെയ്യാം. താങ്ക് യു.